നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 വരികയാണ്. 2026 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഇനി നമുക്ക് പരിശോധിക്കേണ്ടത്. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. വ്യാഴം മിഥുനം, കർക്കിടകം രാശികളിലായിട്ടാണ് 2026 നിൽക്കുന്നത്. ശനി ആകട്ടെ മീനം രാശിയിലും, രാഹു കുംഭം രാശിയിലും, കേതു ചിങ്ങം രാശിയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. 2026 എല്ലാ ഗ്രഹങ്ങളുടെയും സ്ഥിതി മൂലമുള്ള പൊതുഫലത്തെ നമുക്ക് ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം പറഞ്ഞു പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറും കമന്റും ഒക്കെയാണ് എനിക്ക് കിട്ടുന്ന പ്രോത്സാഹനം. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ നമുക്ക് മേടക്കൂറുകാരുടെ 2026 എന്ന വർഷം എങ്ങനെ ഉണ്ടാകും എന്നുള്ള കാര്യം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 3ഉം 4ഉം ഭാവങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ശനിയാകട്ടെ 12ാം ഭാവത്തിൽ, രാഹു 11ലും കേതു 5ലുമായിട്ട് സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് സ്ഥാനചലനങ്ങളൊക്കെ ഉണ്ടാകാം. ബന്ധുക്കൾ മൂലം ചില അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാം. നാൽക്കാലികളിൽ നിന്നൊക്കെ ആക്രമണം നേരിടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും വരാം. ഇഷ്ട സുഹൃത്തുക്കളുമായി വാക്തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ ദീനത്വം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. എന്നാൽ ക്രമേണ ധനലാഭം, നഷ്ടപ്പെട്ട മുതലൊക്കെ തിരിച്ചു കിട്ടുന്ന അനുഭവം, ആരോഗ്യം വീണ്ടെടുക്കുക എന്നിവയ്ക്കും സാഹചര്യം ഉണ്ടാകും. ജീവിതത്തിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു വർഷം തന്നെയാണ് 2026. മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ മേടക്കൂറുകാർക്ക് സാഹചര്യമുണ്ടാകും. ചിലപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയും ഉണ്ടായേക്കാം. ബന്ധുജനങ്ങളുമായി കലഹത്തിന് സാധ്യതയുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ പരമാവധി ഒഴിഞ്ഞു നിൽക്കുക. തൊഴിൽ സംബന്ധമായി ഭാരം കൂടുതലായിട്ട് ഏൽക്കേണ്ടതായിട്ട് വരാം. കുടുംബാംഗങ്ങളിൽ നിന്നും അകന്ന് മാറി താമസിക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാം. പൊതുവെ സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ട സമയമാണ്. ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ്. തൊഴിൽ സംബന്ധമായി ധാരാളം യാത്രയൊക്കെ ആവശ്യമായി വന്നേക്കാം. വർഷത്തിന്റെ ആദ്യത്തെ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ മെച്ചപ്പെട്ട ഫലാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. കുടുംബത്തിലൊക്കെ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള സാഹചര്യവുമുണ്ട്. പുതിയ സൗഹൃദങ്ങളൊക്കെ വന്നു ചേരാനും സാഹചര്യമുണ്ട്. മേടക്കൂറുകാർ ദോഷപരിഹാരമായി ശനിപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ശാസ്താവിന് എള്ളുപായസം, നെയ്വിളക്ക്, നീരാഞ്ജനം എന്നിവയൊക്കെ സമർപ്പിച്ച് ദോഷത്തെ ഇല്ലാതാക്കാം. സുബ്രഹ്മണ്യ സ്വാമിക്കും വഴിപാടുകൾ നൽകുന്നത് മേടക്കൂറുകാരെ സംബന്ധിച്ച് 2026 ഗുണപ്രദമാണ്. ചൊവ്വാഴ്ച തോറും കുമാരസൂക്ത അർച്ചന നടത്തുക. ജന്മനക്ഷത്രം തോറും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ദോഷപരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് മനോബലം വർദ്ധിപ്പിക്കാവുന്നതാണ്. ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. 2026 എല്ലാ മേടക്കൂറുകാർക്കും നല്ല ഗംഭീരമായിട്ടുള്ളൊരു സമയമാകട്ടെ. സർവ്വ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് ഇടവക്കൂറുകാരുടെ 2026 സമ്പൂർണ്ണ നക്ഷത്ര ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.